ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 6ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യൂണറിന്റെ കഴുത്തിന് പിടിച്ച് യാണിനെ ഭീഷണിപ്പെടുത്തുന്ന ഹാൻഫെങ്ങിനെയാണ്. യൂണറിനെ വെറുതെ വിടണമെങ്കിൽ മെഡിസിൻ എൽഡറിനെ കൊല്ലണമെന്ന് ഹാൻഫെങ് ആവശ്യപ്പെടുന്നു. മെഡിസിൻ എൽഡർ അതെല്ലാം കേട്ട് ഹാൻഫെങ്ങിനോട് എന്തിനാണ് യാണിനെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നത്, നിനക്ക് തന്നെ എന്നെ കൊന്നൂടെ എന്ന് ചോദിക്കുന്നു. ഹാൻഫെങ് അപ്പോൾ മിണ്ടാതിരിക്കാൻ പറയുന്നു. എന്നാൽ മെഡിസിൻ എൽഡർ ആകട്ടെ തീരുമാനമെടുക്കാനാകാതെ നിൽക്കുന്ന യാണിനോട് പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഞാൻ നിന്നെ കുറ്റം പറയില്ല. യാൺ അപ്പോൾ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെയിം മന്ത്രം അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥം കത്തിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന തീയിലേക്ക് എടുത്തെറിയുന്നു. ആ തീയുള്ള അണ്ടർഗ്രൗണ്ടിലാണ് ഫാളൻ ഹാർട്ട് ഫ്ലെയിം ഒക്കെ ഉള്ളത്. ഹാൻഫെങ്ങിനോട് നിനക്കതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തിച്ചു കളഞ്ഞത്. അത് കണ്ട് ഹാൻഫെങ് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അതുമൂലം യൂണർമേലുള്ള അവന്റെ കൺട്രോൾ നഷ്ടമാകുന്നു. യാണിനെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് കൺട്രോൾ പോയത്. മെഡിസിൻ എൽഡർ ഉടനെ തന്നെ യൂണറിനെ രക്ഷിക്കുന്നു. ഹാൻഫെങ് ആകട്ടെ ഒരുപാട് ദേഷ്യത്തോടെ നീ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് യാണിനെ ആക്രമിക്കുന്നു. ഫ്ലെയിം മന്ത്ര ഹാൻഫെങ്ങിനെ അത്രമാത്രം വിലപ്പെട്ടതായിരുന്നു. ഹാൻഫെങ്ങിന്റെ ആ ആക്രമണത്തിൽ യാൺ ആ തീയിലേക്ക് വീഴുകയാണ്, അണ്ടർഗ്രൗണ്ടിലേക്ക്. ഫോളൻ ഹാർട്ട് ഫ്ലെയിം ഉള്ള സ്ഥലത്തേക്ക് തന്നെ. യാൺ അങ്ങോട്ട് വീണ സമയത്ത് തന്നെ ആ സ്ഥലം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു തുടങ്ങിയിരുന്നു. വീഴുന്ന സമയത്താകട്ടെ യാൺ മെഡിസിൻ എൽഡറിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു യൂണറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. ഹാൻഫെങ് ആകട്ടെ മെഡിസിൻ എൽഡറിനെയും യൂണറിനെയും അറ്റാക്ക് ചെയ്യാൻ നിന്നില്ല, മറിച്ച് ഇങ്ങനെ പറഞ്ഞു, സോൾഹാളിന് ഫോളൻ ഹാർട്ട് ഫ്ലെയിം കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും സോൾഹാള് അവസാനിപ്പിക്കും. അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. മെഡിസിൻ എൽഡർ ആകട്ടെ ഉടനെ തന്നെ യൂണറിനെ മുകളിലേക്ക് എറിഞ്ഞ് അവളെ മാത്രം രക്ഷിച്ച് മെഡിസിൻ എൽഡർ ഉടനെ തന്നെ യാണിന്റെ മോതിരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഉടനെ തന്നെ അവിടമാകെ ഇടിഞ്ഞു വീഴുന്നു. ഭാഗ്യത്തിന് യൂണർ രക്ഷപ്പെട്ടു. എങ്കിലും യൂണറിന് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. മുഖത്തൊക്കെ നല്ല കരിയുണ്ട്. ഗൂക്ലാനിലെ ജനറൽ വന്നാണ് അവളെ രക്ഷിക്കുന്നത്. പിന്നെ 2 ദിവസത്തിന് ശേഷം യൂണറിന് ബോധം വരുന്നതായിട്ട് കാണിക്കുന്നു. ബോധം വന്ന ഉടനെ തന്നെ യാണിന്റെ അടുത്തേക്ക് പോകാനാണ് അവൾ തീരുമാനിക്കുന്നത്. ജനറൽ അപ്പോൾ പറയുകയാണ്, നിനക്ക് മരുന്നൊക്കെ തന്നാണ് കിടത്തിയിരിക്കുന്നത്, നിനക്ക് നല്ല റെസ്റ്റ് വേണം. ഈ സമയത്ത് നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനാകില്ല. യാണിന്റെ കാര്യം ഞാനും എൽഡേഴ്സും നോക്കിക്കോളാം. എന്നാൽ യൂണർ അതൊന്നും കേൾക്കാൻ തന്നെ തയ്യാറായിരുന്നില്ല. എന്നിട്ടും ആ ജനറൽ ആകട്ടെ അവളെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യാൺ അവിടെ വീണിട്ട് 2 ദിവസമായി. അവിടെ ഫോളൻ ഹാർട്ട് ഫ്ലെയിം ഒക്കെ ഉള്ളതാണ്. യാണിനെ കുറിച്ച് ഒരറിയുമില്ല. അവൻ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. റിയാലിറ്റി ഇതാണ്, നീ അത് അംഗീകരിച്ചേ മതിയാകൂ. അതെല്ലാം കേട്ടിട്ടും യൂണർ പറയുന്നത് യാണിനെ പറ്റി അവന് ഒന്നും അറിയില്ല, ഇത് എന്റെ കാര്യമാണ്, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്നൊക്കെയാണ്. എന്നിട്ടും ആ ജനറൽ യൂണറിനെ യാണിന്റെ അടുത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അതിന് കാരണം വേറൊന്നുമല്ല, ഗൂക്ലാന്റെ നേതാവായിട്ടുള്ള യൂണറിന്റെ ഫാദർ പ്രത്യേകം പറഞ്ഞിരുന്നു അവളെ ഉടനെ തന്നെ ഗൂക്ലാനിൽ എത്തിക്കണമെന്ന്. അവളുടെ സുരക്ഷയെ പ്രതിയാണ് ആ ജനറൽ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവന്റെ ഡെഡ് ബോഡിയിൽ ചവിട്ടിയിട്ടേ പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും ദേഷ്യത്തോടെ യൂണർ പോവണമെന്ന് തന്നെയാണ് വാശി പിടിച്ചത്. പിന്നെ കാണിക്കുന്നത് ഹെഡ് മാസ്റ്ററും മറ്റുള്ള മാസ്റ്റേഴ്സും ടവറിന്റെ അടുത്തേക്ക് വന്ന് യാണിനെ കുറിച്ചും മെഡിസിൻ എൽഡറിനെ കുറിച്ചും സംസാരിക്കുന്നതാണ്. അവർ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. അവരിവിടെ ഇല്ലായിരുന്നെങ്കിൽ അക്കാദമി തന്നെ അപ്രത്യക്ഷമാകുമായിരുന്നു. അപ്പോ ഒരു മാസ്റ്റർ ചോദിക്കുന്നത് അവർക്ക് തിരികെ വരാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ്. ഹെഡ് മാസ്റ്റർ അതിനെ കരഞ്ഞുകൊണ്ടാണ് ഉത്തരം പറയുന്നത്. അവരാണെങ്കിൽ പോലും ഫാളൻ ഹാർട്ട് ഫ്ലെയിമിലേക്ക് വീഴുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോ പിന്നെ യാണിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വയം ജീവത്യാഗം ചെയ്ത് അവൻ അക്കാദമിയെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോഴേക്കും യൂണറും ജനറലും അങ്ങോട്ട് വരുന്നു. കരഞ്ഞുകൊണ്ട് വിഷമത്തോടെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന യൂണറിനോട് ഹെഡ് മാസ്റ്റർ പറയുകയാണ്, നീ വളരെ വിഷമത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷേ യാണിന് വേണ്ടിയെങ്കിലും നീ നിന്നെ തന്നെ നല്ലോണം കെയർ ചെയ്യണം. അതൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് യാണിനെ കാണണമെന്നാണ് അവൾ നിർബന്ധം പിടിക്കുന്നത്. അപ്പോ വേറെ നിവർത്തിയില്ലാതെ ഹെഡ് മാസ്റ്റർ പറയുകയാണ്, ആദ്യമൊക്കെ യാണിന്റെ ഫൈറ്റിംഗ് എനർജി ഫീൽ ചെയ്യാൻ സാധിച്ചിരുന്നു, പക്ഷേ ഇപ്പോ അതുപോലും അപ്രത്യക്ഷമായിരിക്കുകയാണ്. യാൺ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല, അവൻ തിരികെ വരില്ല. അല്ലെങ്കിലേ നല്ല വിഷമത്തിലായിരുന്നു. അത് കേട്ട് കഴിയുമ്പോൾ യൂണർ ഒരുപാട് കരഞ്ഞുകൊണ്ട് തളർന്ന് അവിടെ ഇരുന്നു പോകുന്നു. എന്നിട്ടും അതിനുശേഷം യൂണർ പറയുന്നത് അത് ഇമ്പോസിബിൾ ആണ്, യാൺ തിരികെ വരും, യാൺ മരിച്ചിട്ടില്ല എന്നൊക്കെയാണ്. അതൊക്കെ പറഞ്ഞ് യാണിന്റെ പേര് പറഞ്ഞു ഉച്ചത്തിൽ പൊട്ടിക്കരയുന്ന അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് ഹെഡ് മാസ്റ്റർ ആണ്. പിന്നെയാണ് യാണിനെ കാണിക്കുന്നത്. യാൺ മരിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോഴും ബോധം വന്നിട്ടില്ല. എങ്കിലും മോതിരത്തിന്റെ ഉള്ളിലുള്ള മെഡിസിൻ എൽഡറിനോടാണ് അവൻ ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തിനാണ് അവന്റെ കൂടെ വന്നത്, വീണ്ടും മോതിരത്തിന്റെ ഉള്ളിലേക്ക് കയറിയത്, രക്ഷപ്പെടാമായിരുന്നില്ലേ എന്നൊക്കെയാണ് മെഡിസിൻ എൽഡറിനോട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
വിഷമത്തോടെ കരഞ്ഞുകൊണ്ടാണ് യാൺ അതൊക്കെ ചോദിച്ചത്. അപ്പോഴാണ് മെഡിസിൻ എൽഡർ ഒരു കാര്യം പറഞ്ഞത്. മെഡിസിൻ എൽഡർ ഉള്ളത് കൊണ്ടാണ് യാൺ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഫോളൻ ഹാർട്ട് ഫ്ലെയിം അവനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയാണ്. ഹെഡ് മാസ്റ്ററും മറ്റുള്ള മാസ്റ്റേഴ്സും ഒക്കെ പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. മെഡിസിൻ എൽഡറിന്റെ കയ്യിലുള്ള ബോൺ സ്പിരിറ്റ് കോൾഡ് ഫ്ലെയിം ഉപയോഗിച്ചായിരുന്നു യാണിനെ രക്ഷിച്ചത്. ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനേക്കാളും ഉയരങ്ങളിലുള്ള റാങ്കാണ് ബോൺ സ്പിരിറ്റ് കോൾഡ് ഫ്ലെയിമിനുള്ളത്. അതുകൊണ്ടായിരിക്കാം ആ ഫ്ലെയിം ഉപയോഗിച്ച് യാണിനെ രക്ഷിക്കാൻ സാധിച്ചത്. എങ്കിലും യാണിനോട് സംസാരിക്കുമ്പോഴും മെഡിസിൻ എൽഡർ മെഡിറ്റേഷനിലായിരുന്നു. നേരത്തെ ഹാൻഫെങ്ങിനെയൊക്കെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒരുപാട് ശക്തി പ്രയോഗിച്ചത് കൊണ്ടായിരിക്കാം. അതുമാത്രമല്ല, യാണിനെ ഇപ്പോൾ രക്ഷിക്കുന്ന സമയത്തും ഒരുപാട് ശക്തി പ്രയോഗിക്കുകയാണല്ലോ. അയാളുടെ ഒരുപാട് എനർജി നഷ്ടപ്പെട്ട കാര്യം യാൻ ചോദിക്കുമ്പോൾ പറയുന്നുമുണ്ട്. അതുകൊണ്ട് മെഡിസിൻ എൽഡറിന് ഇനി ഒരു നീണ്ട ഉറക്കം തന്നെ വേണ്ടി വരും. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഫോളൻ ഹാർട്ട് ഫ്ലെയിം ഇപ്പോൾ ഒരു പാമ്പിന്റെ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിന്റെ ഹൃദയഭാഗത്താണ് എല്ലാ ശക്തിയും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഹൃദയഭാഗമാണ് ലക്ഷ്യം വെക്കേണ്ടത്. അതുവഴി എളുപ്പത്തിൽ അതിനെ കീഴടക്കാം. കൂടാതെ മെഡിസിൻ എൽഡറിന്റെ ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിം കൂടി അവന് കൊടുക്കുന്നു. വീക്ക് ആയിട്ടുള്ള ഫ്ലെയിമുകൾ പവർഫുൾ ആയിട്ടുള്ള ഫ്ലെയിമിന്റെ മുമ്പിൽ പെട്ടെന്ന് കീഴടങ്ങുമല്ലോ. അതുകൊണ്ടാണ് ആ ഫ്ലെയിം കൊടുത്തത്. നല്ല വിധത്തിൽ അത് ഉപയോഗിക്കാൻ പറയുന്നു. പുറത്താണെങ്കിൽ മെഡൂസ അവനെ അടിക്കുമ്പോഴാണ് അവൻ എഴുന്നേൽക്കുന്നത്. അവളെ കൂടി ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിച്ചത് കൊണ്ടാണ് അവനെ അങ്ങനെ അടിച്ചത്. അല്ലെങ്കിലേ അവനെ കാണുമ്പോഴൊക്കെ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോ പിന്നെ ഈ കാര്യം കൂടി ആകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇയാണാകട്ടെ എഴുന്നേറ്റ് ചുറ്റിനും ഒന്ന് നോക്കുന്നു. എങ്ങും ലാവ മാത്രമാണ് ഉള്ളത്. പാറകൾ പോലും ലാവ കൊണ്ടാണ്. ഇയാൺ അതിനുശേഷം ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം മെഡൂസയ്ക്ക് കൊടുക്കാൻ തയ്യാറാകുന്നു. അതുപയോഗിച്ച് അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ അവൻ അങ്ങനെ ഒറ്റയ്ക്ക് ഫോളൻ ഹാർട്ട് ഫ്ലെയിം സ്വന്തമാക്കണ്ട എന്ന് മെഡൂസ പറയുന്നു. യാൺ അപ്പോൾ പറയുകയാണ്, ഫോളൻ ഹാർട്ട് ഫ്ലെയിം വളരെ ഡേഞ്ചറസ് ആണ്. ലാവ ഫോമിലായതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും അത് പൊട്ടിത്തെറിച്ച് വലിയ ദുരന്തം തന്നെ ഉണ്ടാകാം. യാണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫാദറിനെ ഒക്കെ രക്ഷപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ കീഴടക്കിയേ മതിയാകൂ. അതിനുവേണ്ടി ജീവൻ പണയം വെക്കാൻ പോലും അവൻ തയ്യാറായിരുന്നു. മെഡൂസയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാൽ മെഡൂസ പറയുകയാണ്, എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് പോകാം. നിന്റെ പ്രൊട്ടക്ഷന്റെ ആവശ്യമൊന്നുമില്ല. ഫോളൻ ഹാർട്ട് ഫ്ലെയിമിന് പോലും എന്നെ തടയാനാകില്ല. യാണിന് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും മെഡൂസ സ്നേഹമുള്ളവളാണ്. അവന്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് ഓർത്ത് തന്നെയാണ് മെഡൂസ അവനെ വിട്ടു പോവാതിരിക്കുന്നത്. അവസാനം അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. യാണാണ് ഐഡിയ പറയുന്നത്. 50% അതിന് വിജയസാധ്യതയുള്ളത്. അതിൽ വിജയിക്കുകയാണെങ്കിൽ ഫോളൻ ഹാർട്ട് ഫ്ലെയിമും കിട്ടും, അവർക്ക് പുറത്തും കടക്കാം. യാണിന്റെ കയ്യിലുള്ള ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം ഉപയോഗിച്ച് അതിനെ പുറത്ത് കടത്തും. അതിനുശേഷം ബോൺ സ്പിരിറ്റ് കോൾഡ് ഫ്ലെയിം ഉപയോഗിച്ച് അതിന്റെ ഉള്ളിൽ കയറി അതിനെ കീഴടക്കും. പുറത്തുനിന്ന് മെഡൂസയുടെയും നല്ല സപ്പോർട്ട് ഉണ്ടാകും. അതിനുശേഷം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം ഉപയോഗിച്ച് അവർ ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ പുറത്തു കൊണ്ടുവരുന്നു. അതൊരു വലിയ പാമ്പിന്റെ രൂപമായി മാറിയിരുന്നു. ലാവയാൽ രൂപപ്പെട്ട ഒരു പാമ്പ് എന്ന് തന്നെ പറയാം. അതിന്റെ സൈസ് കണ്ട് എല്ലാവരും ഞെട്ടുന്നു. മെഡൂസയും ശരിക്കും ഞെട്ടുന്നുണ്ട്. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം യാണിന് കുറെ അറ്റാക്ക് കിട്ടി തെറിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മെഡൂസയുടെ സപ്പോർട്ടോട് കൂടിയാണ് പിടിച്ചു നിൽക്കുന്നത്. ആ സമയത്ത് യാൺ പറയുന്നത് അതിന്റെ കോറ് ഉള്ളത് ഹൃദയഭാഗത്താണ്. ആ പാമ്പിന്റെ വായുടെ ഉള്ളിലൂടെ കയറി ബോൺ സ്പിരിറ്റ് കോൾഡ് ഫ്ലെയിം ഉപയോഗിച്ച് അത് മാർക്ക് ചെയ്യാമെന്ന് പറയുന്നു. ശേഷം എല്ലാ കാര്യങ്ങളും മെഡൂസയുടെ കയ്യിലാണ്. മെഡൂസ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ സേഫ് ആയിരിക്കുമോ, സേഫ് ആയിട്ട് തിരികെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യാൺ ആകട്ടെ ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല, ഇത് തന്നെ ചെയ്യാമെന്ന് നിർബന്ധം പിടിക്കുന്നു. അതിനുശേഷം യാൺ ആ പാമ്പിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവൻ ആ പാമ്പിന്റെ ഉള്ളിൽ കയറിയത് മുതൽ മെഡൂസ ശരിക്കും ആകുലപ്പെട്ടിരുന്നു. അവനോട് മരിക്കരുത് എന്നും അവൻ അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവനോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ പറയുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് ക്ഷമിക്കാതിരുന്നിട്ടൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു. അത് മാത്രമല്ല, ആനിമേഷനിലാണെങ്കിലും ലൈവ് ആക്ഷനിലാണെങ്കിലും മെഡൂസ യാണിനോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ആരും നിന്റെ ജീവൻ എടുക്കാൻ ഞാൻ അനുവദിക്കില്ല, നിന്റെ ജീവൻ എനിക്ക് അവകാശപ്പെട്ടതാണ്. ക്രൂവലായിട്ടുള്ള രീതിയിലാണ് അത് പറയുന്നതെങ്കിലും കുറെ സ്നേഹമൊക്കെ അതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ചു മുമ്പും ഈ ഒരു ഡയലോഗ് യാണിനോട് പറഞ്ഞിരുന്നു. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ബോൺ ചില്ല് ഫ്ലെയിം ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മെഡൂസ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന്. അതിലൂടെ ഫോളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ കോർ ആയിട്ടുള്ള ഭാഗം യാൺ അടയാളപ്പെടുത്തി കൊടുക്കും. എങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാമ്പിന്റെ പുറത്തേക്ക് മെഡൂസയും ചാടി കയറുന്നുണ്ട്. എന്നാൽ ആ പാമ്പിന്റെ വേഗത്തിലുള്ള മൂവ്മെന്റ് കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് മെഡൂസ അവളുടെ കയ്യിലുണ്ടായിരുന്ന വാള് കൊണ്ട് കുത്തുന്നു. ശേഷം അതിൽ തൂങ്ങി പിടിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ വാള് കൊണ്ട് കുത്തു കിട്ടിയതിന് ശേഷം വളരെ വയലന്റ് ആയിട്ടായിരുന്നു ആ പാമ്പ് മൂവ് ചെയ്തത്.
കഷ്ടപ്പെട്ടു പോകുന്ന മെഡൂസയാകട്ടെ യാണിനോട് അത് വേഗം തീർക്കാനൊക്കെ പറയുന്നു. നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. കാരണം യാണിന്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. യാൺ അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പാമ്പിന്റെ മൂവ്മെന്റ് കാരണം യാണും തെറിച്ചു പോയി പല പ്രാവശ്യവും വീഴുകയായിരുന്നു. അവസാനം മെഡൂസയോട് കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ പറയുന്നു. കൃത്യമായിട്ട് അതിന്റെ ഹൃദയഭാഗം മാർക്ക് ചെയ്തില്ലെങ്കിൽ അതൊരു പരാജയമായിട്ട് തീരും. പുറത്താണെങ്കിൽ അവിടെ അനക്കങ്ങൾ കാണുമ്പോൾ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ടെന്ന് യൂണറിനും മാസ്റ്റേഴ്സിനും ഒക്കെ മനസ്സിലാകുന്നു. യൂണർ ഉടനെ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആൻഷ്യന്റ് ജേഡ് എടുത്ത് നോക്കുന്നു. അതിന്റെ തിളക്കമൊക്കെ കണ്ടു കഴിയുമ്പോൾ യൂണർ ആശ്വാസത്തോടെ പറയുകയാണ്, യാൺ മരിച്ചിട്ടില്ല. യാണിന്റെ കയ്യിലുള്ള ആൻഷ്യന്റ് ജേഡുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഒരുപാട് സന്തോഷത്തോടെ യാൺ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടവറിന്റെ അടുത്തേക്ക് യൂണറും ഓടുന്നു. മാസ്റ്റേഴ്സിനൊക്കെ അത് വിശ്വസിക്കാനാകുന്നില്ല. മെഡൂസയെ നോക്കുകയാണെങ്കിൽ ഒട്ടും പിടിച്ചു നിൽക്കാനാകുന്നില്ല. യാണിനോട് ഉടനെ തന്നെ അത് പൂർത്തിയാക്കാൻ പറയുന്നു. നേരത്തെ ഫോളൻ ഹാർട്ട് ഫ്ലെയിം ഒക്കെ ഒന്നുമല്ല എന്ന് പറഞ്ഞവളാണ്. യാണാകട്ടെ ഉടനെ തന്നെ അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ബോൺ സ്പിരിറ്റ് കോൾഡ് ഫ്ലെയിം ഉപയോഗിച്ച് അത് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം മെഡൂസയോട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വാളുകൊണ്ട് പാഞ്ഞു ചെന്ന് മെഡൂസ ആ ഭാഗത്ത് കുത്തുന്നു. അതുമൂലം ആ ഫ്ലെയിം ഒക്കെ പുറത്തു വരുന്നുണ്ട്. ആ ശക്തിയാൽ മെഡൂസയൊക്കെ തെറിച്ചു പോകുന്നു. തെറിച്ചു പോയി വീഴുന്ന മെഡൂസയുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. യാണാകട്ടെ അവസാനം ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ കീഴടക്കുകയും ചെയ്യുന്നു. അതുമൂലം വലിയൊരു പ്രകമ്പനം തന്നെ അവിടെ ഉണ്ടാകുന്നു. മെഡൂസയാകട്ടെ ഉച്ചത്തിൽ യാണിന്റെ പേര് വിളിക്കുന്നു. യൂണർ ആ ജനറലിന്റെ കൂടെ യാൺ വീണ സ്ഥലത്ത് എത്തിയിട്ട് യാണിന്റെ പേര് ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട്. ആൻഷ്യന്റ് ജെയ്ഡിലാണെങ്കിൽ മാറ്റങ്ങൾ കാണുമ്പോൾ അവൾ ശരിക്കും ആകുലപ്പെടുന്നു. യാണിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് അവൾ കരുതുന്നു. യാണിനെ നോക്കുകയാണെങ്കിൽ അവന് ബോധം വന്നിട്ടില്ല. മെഡൂസയാകട്ടെ അടുത്തു നിന്നുകൊണ്ട് കരയുകയാണ്. യാൺ മരിച്ചുപോയി എന്ന് കരുതിയാണ് കരയുന്നത്. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, നിന്റെ ജീവൻ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞാണ് കരയുന്നത്. എന്നാൽ അപ്പോഴേക്കും യാൺ കണ്ണു തുറക്കുന്നു. മെഡൂസയുടെ കരച്ചിൽ കാണുമ്പോൾ അത്ഭുതത്തോടെ അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഓർത്ത് കരയുകയാണോ എന്ന്. മെഡൂസയാകട്ടെ ഉടനെ തന്നെ കണ്ണു തുടച്ചിട്ട് എന്നെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒരുപാട് അടിക്കുന്നു. അപ്പോഴാണ് മെഡൂസയുടെ മുഖത്തെ പാമ്പിന്റെ പാടുകളൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നതായിട്ട് അവൻ കാണുന്നത്. അതിനെക്കുറിച്ച് മെഡൂസയോട് പറഞ്ഞു കഴിയുമ്പോൾ മെഡൂസ പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഫോളൻ ഹാർട്ട് ഫ്ലെയിം കാരണം ഞാൻ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ആയിരിക്കുന്നു. യാൺ അപ്പോൾ പറയുകയാണ്, വെറുതെയല്ല എന്റെ ശരീരത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്. എന്റെ ശരീരമാകെ തീ കൊണ്ട് നിറഞ്ഞിരുന്നു. എനിക്ക് പുതിയൊരു ബോഡി കിട്ടിയതുപോലെയാണ് ഫീൽ ചെയ്തത്. ഞാനും ലെവലപ്പായി എന്നാണ് തോന്നുന്നത്. വാളുപയോഗിച്ച് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ശരിയായിരുന്നു. മെഡൂസയൊക്കെ ഒരുപാട് സന്തോഷത്തോടെ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. മെഡൂസയുടെ സ്വഭാവം ഈ ഒരു ഇൻസിഡന്റോട് കൂടി ആകെ മാറിയതുപോലെ ചിരിച്ചുകൊണ്ടാണ് അവനോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് യൂണറിന്റെ ശബ്ദം കേൾക്കുന്നത്. യാൺ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ യാണിനെ വിളിച്ചുകൊണ്ടുള്ള യൂണറിന്റെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ മെഡൂസയ്ക്ക് ശരിക്കും അസൂയ കയറുന്നുണ്ട്. യാൺ കേൾക്കാതെ പതുക്കെ ഇവൾ എവിടെയും ഉണ്ടല്ലോ എന്നും പറയുന്നുണ്ട്. അതിനുശേഷം മെഡൂസയും എടുത്തുകൊണ്ട് പറന്ന് മുകളിലെത്തുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന യൂണറിനെ കണ്ടു കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. യാണിനോട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. കരഞ്ഞുകൊണ്ട് അവൾ പറയുകയാണ്, നീ മരിച്ചു എന്നാണ് ഞാൻ കരുതിയത്. നിന്നെ ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് കരുതി എന്തോരം ഞാൻ വിഷമിച്ചെന്നോ. യാൺ അപ്പോൾ താൻ പൂർണ്ണമായിട്ടും ഓക്കെയാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. അതിനുശേഷം യൂണർ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അസൂയയോടെയാണ് മെഡൂസ നോക്കി നിൽക്കുന്നത്. മെഡൂസ ആ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്നതാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ജനറലിനോടും. അതിനുശേഷം യാണിനെ വിളിച്ചിട്ട് മെഡൂസ പറയുകയാണ്, ഞാൻ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത സ്ഥിതിക്ക് ഇനി നിന്റെ കൂടെ ആയിരിക്കാൻ സാധിക്കില്ല, ഞാൻ പോവുകയാണ്. യാൺ അപ്പോൾ അവൾക്ക് കൊടുത്ത വാക്ക് മറക്കില്ല, ആ പില്ല് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നു. മെഡൂസ പറയുന്നത്, അത് വേറെ കാര്യം, അത് നീ എന്തായാലും ഉണ്ടാക്കി തന്നേ മതിയാകൂ. അതിന് ഞാൻ പിന്നീട് വന്ന് കണക്ക് ചോദിച്ചോളാം. നീ സേഫ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മെഡൂസ അവിടുന്ന് പോകുന്നു. അവസാനം ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിച്ചാണ് മെഡൂസ അവിടുന്ന് പോയത്. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഹെഡ് മാസ്റ്ററിന്റെയും മറ്റുള്ള മാസ്റ്റേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും അടുത്തേക്ക് അവർ വരുന്നു. വലിയ എന്തോ ഭാഗ്യം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത് എന്നാണ് ഹെഡ് മാസ്റ്ററും മറ്റുള്ള മാസ്റ്റേഴ്സും ഒക്കെ പറയുന്നത്. അതുമൂലം അക്കാദമി തന്നെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒഴിവായി. ഇയാണപ്പോൾ പറയുന്നത്, ഹാൻഫെങ്ങും സോൾഹാളും ഒക്കെ പരാജയപ്പെട്ടു. ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ അവൻ കീഴടക്കി. ഇനി അതുമൂലം പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നാണ്. അതിനുശേഷം രാത്രിയിൽ യാണിന്റെ കയ്യിലെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും യൂണർ ചോദിച്ചറിയുന്നു, അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ. അപ്പോ മെഡൂസയും അവനും ഒരുമിച്ച് പ്രവർത്തിച്ച് പാമ്പിന്റെ രൂപത്തിലുണ്ടായിരുന്ന ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ എങ്ങനെ കീഴടക്കി എന്നൊക്കെ വളരെ വിശദമായിട്ട് ആക്ഷനിലൂടെയൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നു. മെഡൂസയുടെ പേര് കേൾക്കുമ്പോൾ യൂണർ അല്പം ദേഷ്യത്തിലാകുന്നു. യാണപ്പോൾ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ, നീ എന്നെ മനസ്സിലാക്കൂ, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നു. അവസാനം ദേഷ്യപ്പെടല്ലേ എന്ന് പറയുമ്പോൾ യൂണർ പറയുക,
പറയുകയാണ്, ഞാൻ ദേഷ്യപ്പെടുന്നൊന്നുമില്ല. നീ ജീവനോടെ തിരികെ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ മെഡൂസയോടും ഞാൻ ദേഷ്യപ്പെടാതിരുന്നത്. അപകട സമയത്ത് അവൾ നിന്നെ രക്ഷിച്ചില്ലേ? അതുകൊണ്ട് എനിക്ക് അവളോട് ദേഷ്യമല്ല, ആരാധനയാണ് തോന്നുന്നത്. യാൺ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ പറയുകയാണ്, എനിക്ക് നിങ്ങൾ പെണ്ണുങ്ങളെ മനസ്സിലാകുന്നില്ല. ആദ്യമൊക്കെ ദേഷ്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്, ഇപ്പോ ആരാധിക്കുന്നു എന്നൊക്കെ. യൂണർ അപ്പോൾ അവന്റെ മുഖത്ത് പിടിച്ചുകൊണ്ട് നീ അതൊന്നും മനസ്സിലാക്കണ്ട എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഹാൻഫെങ്ങിന്റെ അടുത്തേക്ക് സോൾഹാളിന്റെ ഒരു എൽഡർ വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ സ്വന്തമാക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ആക്രമിച്ചത്. ഹാൻഫെങ് അതിനെ ന്യായമായിട്ട് പറഞ്ഞത് അക്കാദമിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിന് സാധിക്കാതിരുന്നത്, സഹായം വേണം എന്നൊക്കെയാണ്. നിനക്കെപ്പോഴും സഹായം വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എൽഡർ അപ്പോൾ ദേഷ്യപ്പെടുന്നു. ഹാൻഫെങ് അപ്പോൾ ആവശ്യപ്പെട്ടത് ഒറിജിനൽ സീ ഹാർട്ട് ഫ്ലെയിം ആയിരുന്നു. അവന്റെ കയ്യിലുള്ളത് ഒരു സബ്സിഡറി സീ ഹാർട്ട് ഫ്ലെയിം ആയിരുന്നു. മൂഗോ അപ്പോൾ പറയുന്നത് ഹെവൻലി ഫ്ലെയിംസുകൾ വിലമതിക്കാനാവാത്ത നിധികളാണ്, അത് ആഗ്രഹിക്കുന്നത് അല്പം ആർത്തിയല്ലേ എന്നാണ്. എന്നാൽ അതിന് ഉത്തരമായിട്ട് ഹാൻഫെങ് പറയുന്നത് വിലമതിക്കാനാകാത്ത നിധി ആയതുകൊണ്ടല്ലേ ചോദിച്ചത് എന്നാണ്. എൽഡർ മൂഗോ അപ്പോൾ അത് കൊടുക്കാൻ തയ്യാറാകുന്നു. എന്നാൽ ഹാൻഫെങ് അതിനെ ആർജിക്കുന്ന സമയത്ത് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു. പവർഫുൾ ആയിട്ടുള്ള ആ ഫ്ലെയിമിലുള്ള ഒരു തരം പോയിസൺ ആയിരുന്നു അതിന് കാരണം. കഠിനമായിട്ടുള്ള ആ വേദന സഹിച്ച് അവൻ മരിക്കും, പിന്നീട് പുതുജീവൻ കിട്ടും. ആ വേദന സഹിക്കാനാവുന്നവർക്ക് മാത്രമേ ഈ ഫ്ലെയിം അർഹിക്കുന്നുള്ളൂ. ഹാൻഫെങ്ങിന് ആ വേദനയൊന്നും സഹിക്കാനാകുന്നില്ല. അവന്റെ മുഖമൊക്കെ പൊള്ളി പ്രത്യേക രീതിയിലാകുന്നു. മൂഗു അതിനുശേഷം തുടർന്ന് പറയുകയാണ്, ഈ ഫ്ലെയിം ആർജിക്കാനുള്ള ശക്തിയൊന്നും നിനക്കില്ല. നീ നിന്റെ ശക്തികളിൽ ഓവർ കോൺഫിഡന്റ് ആണ്, അതുകൊണ്ടാണ് നീ ഇത് ആവശ്യപ്പെട്ടത്. ഇപ്പോഴും നീ വലിയ ലെവലിലൊന്നുമല്ല, സോൾഹാളാണ് നിന്നെ ആ ലെവലിൽ എത്തിച്ചത് പോലും. ഇതുവഴി നീ മനസ്സിലാക്കണം, സോൾഹാളുമായിട്ട് വില വേശാൻ നിൽക്കരുത്. ഹാൻഫെങ് ആകട്ടെ വേദന സഹിക്കാനാവാതെ അത് തിരിച്ചെടുക്കാൻ പറയുന്നു. എന്നാൽ മൂഗു തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട്, നീ സോൾഹാളിന്റെ വെറും കരു മാത്രമാണ്. എപ്പോ വേണമെങ്കിലും സോൾഹാളിനെ നിന്നെ ഉപേക്ഷിക്കാം, നിനക്ക് വേണ്ടി മറ്റൊരാളെ കണ്ടുപിടിക്കാം. നീ നിന്റെ ദൗത്യത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ സോൾഹാള് നിനക്ക് തന്ന എല്ലാം തിരികെ എടുക്കും, നിന്റെ ജീവൻ പോലും. ഒരുപക്ഷെ ഹാൻഫെങ്ങിനെ എന്തെങ്കിലും നേരത്തെ സംഭവിച്ചിരിക്കാം. ആ സമയത്ത് സോൾഹാൾ ആയിരിക്കാം ഹാൻഫെങ്ങിനെ രക്ഷിച്ചത്, അതുകൊണ്ടായിരിക്കാം അവന്റെ ജീവൻ പോലും തിരികെ എടുക്കുമെന്ന് പറഞ്ഞത്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഉദ്ദേശിച്ചത് ആവശ്യമില്ലാത്തവരെ സോൾഹാൾ കൊന്നുകളയുമെന്നായിരിക്കും. അവസാനം സീ ഹാർട്ട് ഫ്ലെയിമും തിരികെ എടുത്ത് അവനെ മോചിപ്പിക്കുന്നു. അതിനുശേഷം ഹാൻഫെങ് ക്ഷമാപണം നടത്തി ഒരവസരം കൂടി തരാൻ പറയുന്നു. പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത്, അതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് സോൾഹാളിന്റെ എൽഡർ ചോദിക്കുന്നു. അപ്പോ മെഡിസിൻ എൽഡറിനെ കുറിച്ചും യാണിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. ജിയാനാൻ അക്കാദമിയെ നിസ്സാരമായിട്ടാണ് അവർ കണക്കാക്കുന്നത്, അതുകൊണ്ടാണ് പരാജയപ്പെട്ടതിനെ ഓർത്ത് എൽഡർ ഒക്കെ അത്ഭുതപ്പെട്ടത്. പക്ഷേ യാണിന്റെയും മെഡിസിൻ എൽഡറിന്റെയും കയ്യിൽ ഹെവൻലി ഫ്ലെയിം ഉണ്ടായിരുന്നു, അതുവഴിയാണ് അറ്റാക്ക് ചെയ്തത് എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ എൽഡർ മൂഗോയ്ക്കും കാര്യം മനസ്സിലാകുന്നു. അതുമാത്രമല്ല, മെഡിസിൻ എൽഡറിനെയും മെഡിസിൻ എൽഡറിന്റെ ശക്തിയെ കുറിച്ചും ഒക്കെ മൂഗോയ്ക്ക് അറിയാം. മെഡിസിൻ എൽഡറിന്റെ കയ്യിൽ ബോൺ സ്പിരിറ്റ് കോൾഡ് ഫ്ലെയിം ആണ് ഉള്ളത്. അയാൾ ഇപ്പോൾ പണ്ടത്തെ അത്രയും പവർഫുൾ അല്ല. എനിക്ക് കുറച്ചൊക്കെ അയാളെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചതായിരുന്നു, പക്ഷേ അവസാനം പരാജയപ്പെട്ടു. എങ്കിലും പവർഫുൾ അല്ലാത്തത് കൊണ്ട് അയാൾ ഇപ്പോൾ ഉള്ളത് യാണിന്റെ മോതിരത്തിന്റെ ഉള്ളിലാണ്. നീ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് മൂഗു ചോദിക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.